എല്ലാവർക്കും നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വരികയാണ്. ഇനി ഒരു 28 ദിവസം നമ്മൾക്ക് മാജിക് പ്രാക്ടീസ് ചെയ്യാം. റോണ്ട ബേണിൻ്റെ മാജിക് എന്നൊരു ബുക്കുണ്ട്. അതിൽ 28 ദിവസത്തെ മാജിക് പ്രാക്ടീസ് പറയുന്നുണ്ട്. മാജിക് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ സാധാരണ മാജിക് അല്ല, മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ്. എന്തിനാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണമെന്നറിയോ? നമ്മുടെ മാനസിക തലമൊന്ന് ഉയരണം. എല്ലാവർക്കും കേട്ടിട്ടില്ലേ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് കേട്ടിട്ടില്ലേ? ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മുടെ മാനസിക തലം എങ്ങനെയാണോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ വളരെ ചെറിയ ഒരു ഉയർന്നതല്ലാത്ത വളരെ താഴ്ന്ന ഫ്രീക്വൻസി ലെവലിലാണെങ്കിൽ നമ്മളിലേക്ക് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാകുമെന്നല്ലേ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ദേഷ്യം, മറ്റുള്ളവരോടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്നുള്ളൊരു നഷ്ടബോധമോ, നമ്മളൊന്നും ആയില്ല ലൈഫിൽ അങ്ങനെയുള്ളൊരു ബോധം, ആ ഒരു കോൺഷ്യസ്നെസ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയി എന്നുള്ളൊരു കുറ്റബോധമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ്, അതായത് നമ്മുടെ മാനസിക തലം ഉണ്ടല്ലോ, നമ്മുടെ ബോധം, അത് വളരെ താഴ്ന്നൊരു നിലയിലുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാവും നമ്മുടെ പ്രപഞ്ചത്തിൽ നിന്ന് അട്രാക്റ്റ് ചെയ്യപ്പെടുക. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ലോ ആണ്. അതെല്ലാവർക്കും ബാധകമാണ്. അതിന് പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നൊന്നുമില്ല. അവർ ഏത് മാനസിക തലത്തിലാണോ ഉള്ളത്, ഏത് ഫ്രീക്വൻസി ലെവലിലാണോ ഉള്ളത്, അങ്ങനെയുള്ള ലൈഫായിരിക്കും അവരിലേക്ക് വന്നു ചേരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മനഃപൂർവ്വം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ബോധതലത്തിനെ നമ്മൾ ഉയർത്തണം. മാനസിക നിലയെ നമ്മൾ ഉയർത്തിക്കൊണ്ട് നല്ലൊരു ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ഉയർന്നു പോകണം. അപ്പോൾ നമ്മളിലേക്ക് നല്ലത് ആകർഷിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ഒരു ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മൾ അതായിത്തീരും. നമ്മൾ വളരെ നന്ദിയുള്ള വ്യക്തികളായിത്തീരും. പിന്നെ നമുക്ക് കംപ്ലൈൻറ്റ് പറയാനായിട്ട് തോന്നില്ല. നമ്മുടെ ലൈഫിലുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് സങ്കടപ്പെട്ടിരിക്കാനായിട്ട് തോന്നില്ല. അപ്പോഴും നമ്മുടെ ശ്രദ്ധ നമുക്ക് എന്ത് നല്ലതാണ് ഉള്ളത്, നമുക്ക് എന്തൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണ് ഉള്ളത് എന്നതിലേക്കായിരിക്കും നമ്മുടെ ശ്രദ്ധ പോകുന്നുള്ളത്. അങ്ങനെ നമ്മുടെ ആ ഒരു സ്വഭാവത്തെ, നമ്മുടെ ഹാബിറ്റിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്ത് കംപ്ലൈൻറ്റ് പറയുന്ന ആ ഹാബിറ്റിനെ മാറ്റി നമ്മളൊരു നന്ദിയുള്ള ഒരു മാനസിക തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാനാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്. 28 ദിവസം തുടർച്ചയായിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെയുള്ള ദിവസങ്ങളിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്തിനെക്കുറിച്ചായിരിക്കും ആലോചിക്കുന്നുണ്ടായിരിക്കുക? നമ്മുടെ ലൈഫിലുള്ള നന്മകളെ കുറിച്ചിട്ടായിരിക്കും ആലോചിക്കുന്നുണ്ടായിരിക്കുള്ളൂ. അതിൻ്റെ ഓർമ്മകളായിരിക്കും നമ്മൾക്ക് ഉണ്ടായിരിക്കുക. അതിനുവേണ്ടി എപ്പോഴും നന്ദി പറയുന്നൊരു ശീലമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ലെവൽ ഉയർന്നില്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന വളരെ വലിയൊരു മാനസിക തലത്തിലേക്ക് നമ്മൾ ഉയരുകയും നമ്മളിലേക്ക് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യും. നമ്മളിങ്ങനെ നന്ദി പറയുമ്പോൾ വീണ്ടും നമുക്ക് നന്ദി പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ആ മാനസിക തലത്തിന് ഉയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾക്ക് വളരെ അബണ്ടൻസ് ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച വേറൊരു കാര്യം നടക്കാൻ വേണ്ടിയാണെന്നോ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടല്ല. നമ്മുടെ താഴ്ന്ന ബോധത്തിനെ നമ്മൾ ഉയർന്ന ബോധത്തിലേക്ക് ഉയർത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ഈ പ്രാക്ടീസ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആണ്. അതായത് നമുക്കുള്ള ബ്ലെസ്സിങ്ങിനെ കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഡേ പ്രാക്ടീസ് എന്ന് പറയുന്നത്. എന്തൊക്കെയുണ്ട്? നമുക്ക് നല്ല പേരൻസ് ഉണ്ട്, നല്ല ശരീരം, നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ട്, ജീവിക്കാൻ അത്യാവശ്യത്തിന് പണം ഉണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുക, നല്ല ഡ്രസ്സുകൾ ഇടാനുണ്ടെങ്കിൽ അത് എഴുതാം, പിന്നെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് എഴുതാം. അങ്ങനെ നമുക്ക് എന്തൊക്കെ നന്മകളാണോ, നല്ല മക്കളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, നല്ല സഹോദരങ്ങളുണ്ടെങ്കിൽ അവർക്ക് എഴുതാം, നല്ല ഭർത്താവ്, ഭാര്യ, കുടുംബം, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എണ്ണി നമുക്കുള്ള നന്മകളെ കുറിച്ചിട്ട് എഴുതുന്ന പ്രാക്ടീസാണ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? എല്ലാ ദിവസവും ഈ 28 ദിവസവും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ് ഇതിലത്തെ. എല്ലാ പ്രാക്ടീസും നമ്മൾക്ക് 28 ദിവസമൊന്നും ചെയ്യേണ്ടി വരില്ല. പക്ഷേ ആദ്യത്തെ ദിവസത്തെ പ്രാക്ടീസ് നിങ്ങൾ തുടർച്ചയായി 28 ദിവസവും ചെയ്യണം. 10 നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നന്മയെക്കുറിച്ച്, നിങ്ങളെ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് ആദ്യത്തെ ദിവസം എഴുതാം. ഏതൊക്കെ 10 കാര്യങ്ങൾ ആദ്യം കൗണ്ട് ചെയ്തിട്ട് താങ്ക് യു ഗോഡ്, ദൈവമേ എനിക്ക് നല്ല പേരൻസിനെ തന്നതിന് നന്ദി.
എന്നിട്ട് എന്തുകൊണ്ടെന്നാൽ അവർ എന്നെ നല്ല പോലെ കെയർ ചെയ്തു, എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തന്നു, നല്ല വിദ്യാഭ്യാസം തന്നു, നല്ല ആരോഗ്യത്തോടു കൂടി വളരാൻ ആവശ്യമുള്ള നല്ല ഭക്ഷണം തന്നു. അവർ നല്ല പോലെ അധ്വാനിച്ച് എന്നെ നല്ല രീതിയിൽ വളർത്തി, സ്വഭാവം ആക്കി വളർത്തി. അങ്ങനെ കാരണം കൂടി എഴുതാം. എൻ്റെ പേരൻസിന് നന്ദി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ പേരൻസിനോട് കടപ്പെട്ട് കൃതജ്ഞത കാണിക്കുന്നത്, നന്ദി കാണിക്കുന്നത് എന്നുള്ളൊരു കാരണം കൂടി എഴുതാം. പിന്നെ അടുത്തതായിട്ട് എനിക്കുള്ള നല്ല റിലേഷൻഷിപ്പിനെല്ലാം നന്ദി, എന്നെ സ്നേഹിക്കാൻ ഒരുപാട് ആളുകളുള്ളതിന് നന്ദി. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് എന്നെ സ്നേഹിക്കാൻ ആളുകളുള്ളപ്പോൾ എനിക്ക് ജീവിക്കാനുള്ള ഊർജ്ജം, എനിക്ക് ഇനിയും ഈ ലോകത്ത് ജീവിക്കണമെന്ന് തോന്നുന്നു, അതിന് നന്ദി പറയുക. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നതിന് നന്ദി പറയുക, നല്ലോണം വെള്ളം, നല്ല പ്യുവറായിട്ടുള്ള വെള്ളം കുടിക്കാൻ സാധിക്കുന്നതിന് നന്ദി പറയാം. പിന്നെ ജീവിതത്തിലെ സൗകര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. അങ്ങനെ എല്ലാ ദിവസവും 10 എണ്ണം വീതം നിങ്ങൾ എണ്ണി എഴുതണം, കാരണസഹിതം എഴുതണം. ആദ്യം ദൈവമേ നന്ദി, എന്നിട്ട് ആർക്കാണോ നന്ദി, എന്തിനാണോ നന്ദി എന്ന് എഴുതിയിട്ട് എന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടി എഴുതണം. ആദ്യത്തെ ദിവസം 10 എണ്ണം എഴുതിയാൽ അടുത്ത ദിവസം ഈ 10 എണ്ണത്തിൽ നിന്ന് ഒന്നുപോലും റിപ്പീറ്റ് ചെയ്യരുത്, ആലോചിച്ച് എഴുതാം. പിന്നെ കുറേ ദിവസങ്ങൾ ചെല്ലുമ്പോൾ ചെറിയതാണെന്ന് നമുക്ക് തോന്നിയാലും അതിനും നമ്മൾ നന്ദി പറയാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ നന്ദി പറയുക. ഓരോരോ അവയവങ്ങൾക്ക് എടുത്തിട്ടും നന്ദി പറയുക. ചെറിയ കാര്യങ്ങളെന്ന് നമുക്ക് തോന്നുന്നതാണ്, നമുക്കത് കിട്ടുമ്പോൾ അതിൻ്റെ വില നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ആ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടാതാവുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ വില മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ 28 ദിവസവും നമ്മൾ ഈ നന്ദി എഴുതി കഴിയുമ്പോഴുണ്ടല്ലോ, പിന്നെ ഓരോ ദിവസവും നമ്മളതെടുത്ത് വായിച്ച് നോക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഭാഗ്യശാലികളാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് ദൈവം എത്രയോ നന്മകളാണ് തന്നിട്ടുള്ളത്, നമ്മളതിലേക്ക് ഇതുവരെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളെപ്പോഴും ഇല്ലാത്തതിനെ കുറിച്ച് മാത്രമായിരുന്നു നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? അല്ലാത്തവരുണ്ട്. ഇനിയും പ്രാക്ടീസ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ ആ എനർജീനെ ഉയർത്താം. അപ്പോൾ നമുക്ക് നന്മകൾ മാത്രമായിരിക്കും ലൈഫിൽ വന്നു ചേരുള്ളൂ. നന്മകൾ വരാൻ വേണ്ടി മാത്രമാണ് ഈ പ്രാക്ടീസ് ചെയ്യണമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബോധതലം ഉയർത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ ആ ദൈവത്തിനോട് നമുക്കുള്ള ആ കൃതജ്ഞത, ഇത്രയും നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് തരുന്ന ഓരോരോ കാര്യങ്ങൾക്കും എണ്ണി നമ്മൾ നന്ദി പറയാം. ദൈവത്തിന് നന്ദി പറയാം, പ്രപഞ്ചശക്തിക്ക് നന്ദി പറയാം, പിന്നെ നക്ഷത്രങ്ങൾക്കും സൂര്യനും ചന്ദ്രനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും മലകൾക്കും പൂക്കൾക്കും നദികൾക്കും സമുദ്രത്തിനും എല്ലാം, മഴയ്ക്കും കാറ്റിനും വായുവിനും എന്തൊക്കെ നമ്മൾക്ക് പറയാനുണ്ടോ അതെല്ലാം ഈ 28 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. രാവിലെ തന്നെ ഈ 10 നന്ദി എല്ലാ ദിവസവും നമ്മൾ എഴുതണം. ഒരു ദിവസം എഴുതിയത് അടുത്ത ദിവസം റിപ്പീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇതാണ് ഡേ 1 പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഡേ 1 പ്രാക്ടീസ് 28 ദിവസവും നമ്മൾ ആവർത്തിച്ച് ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ്. ഡേ 2 പ്രാക്ടീസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കല്ല്, എവിടെ നല്ല ഭംഗിയുള്ളൊരു കല്ല് എവിടെ നിന്നെങ്കിലും സ്വരൂപിച്ച് വയ്ക്കുക. അതിനെ പറയുന്ന പേരാണ് നമ്മൾ മാജിക് സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് നാളെ മുതൽ പ്രാക്ടീസ് ചെയ്യാം. നാളെയാണ് ആരെങ്കിലും ഈ വീഡിയോ കണ്ടതെങ്കിൽ അത് കാര്യം മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത ദിവസം മുതൽ പ്രാക്ടീസ് ചെയ്യുക. എന്നാണോ ഈ വീഡിയോ കാണുന്നത്, അപ്പോൾ ആ വീഡിയോ കണ്ട് അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കിയതിന് ശേഷം നെക്സ്റ്റ് ഡേ മുതൽ 28 ഡേയ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.